എന്നിട്ട് അതിനെ കണ്ടോ കൈ കാണിക്കും. ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയില്ലേ? ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ട് കാലിട്ട് കൊടുക്കാം. വെറുതെ അവരത് കിട്ടില്ല. പ്രതീക്ഷിക്കുന്നില്ല. ഇത് കണ്ടില്ലേ, രണ്ടാമത്തെ തട്ട് നിറയാനുള്ള സാധനമില്ല. ഒരു കുത്ത് കിട്ടി കേട്ടാ, ഒരെണ്ണം കിട്ടിയെന്നേ. കിട്ടിയേ? ഓ, കുത്തുകൊണ്ടിട്ട് കുറേ ദിവസമായി. ആശയല്ലേ എന്റെ മുള്ള കാണാം കേട്ടോ. മെഴുകെടുത്തേ ഉരുക്കിയിട്ട് മറ്റേ എനിക്കിനി അടുത്ത ഘട്ടം ഇരിക്കുന്നു, എടുക്കാനുണ്ട്. എടുക്കാനുള്ളതും ഇത് തോന്നി അടുത്ത ഇതും കൂടെ വിരിഞ്ഞിറങ്ങിയിട്ടേ അതിന് അടുത്ത മാസം എടുത്ത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ പുതിയ അട കിട്ടും. ഒരെണ്ണം കുത്തി, പക്ഷെ നമ്മൾ ആ കുത്തിയ സ്ഥലം ഇവരെ കാണിച്ചു കൊടുത്താലേ അതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വന്ന് കിട്ടും. നമ്മൾ അതിനെ പിടിച്ച് ഒന്നും വളരാനേ പറ്റും. പഴകിപ്പോയോ ഇതേണ്ട മൊത്തം ദ്രവിച്ച്. ഈ സാധനം നമ്മൾ വെച്ചേക്കരുത്. ഇനി അവർ ഒന്നേന്ന് കെട്ടി വരത്തില്ല. അത് അപ്പൊ അതൊക്കെ എടുത്ത് കളയാം. ഇത് മൊത്തം തേനായിരിക്കുന്നു. നിങ്ങൾ ഇത് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ വെക്കത്തേയുള്ളൂ? അല്ല, ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കളയും. സീസൺ നമ്മുടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ, ഓഗസ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മുടെ താഴോട്ട് ഇറക്കി കട്ട് ചെയ്യും. അപ്പൊ ഇവിടെ താഴോട്ട് കെട്ടിയാൽ മതി അവർക്ക്. ഈ തേനും പിടിക്കും കണ്ട കൂട്ടുന്ന ഒരു അടിയും കൂടണ മകത്തിനെ. അല്ല വെയിറ്റാ പിടിച്ചു നോക്കുന്ന കൂത്തത്തിലടാ, കയ്യെ പിടിച്ചു നോക്ക്. കുഴപ്പമില്ല. ഈ തേന്റെ പ്രത്യേകത എന്താ അറിയാമോനെ, ജലാംശം കംപ്ലീറ്റ് ഇവര് ചിറക് വെച്ച് അടിച്ച് കളയും. അടിച്ചു കളഞ്ഞിട്ടാണ് ഈ സീൽ ചെയ്യുന്നത്. സീൽ ഇതാണ് പ്യുവർ ഹണി എന്ന് പറയുന്നത്. ഇതിനകത്ത് ജലാംശം കുറവാണ്. രണ്ട് സൈഡാണ് സീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം നമ്മൾ തേൻ എടുക്കാൻ. നല്ല കട്ടി തേനായിരിക്കും. കേടാവത്തില്ല, ഒരു വർഷമൊക്കെ ഇരിക്കും.